ഞാൻ ആടിയിരിക്കാം, ഞാൻ ആടിയിരിക്കണ്ടേ? അച്ഛന്റെ കല്യാണ ഫോട്ടോ എടുക്കുന്നല്ലോ. അമ്മനെ ആരും കൊണ്ട് പോവില്ല. മണിക്കൂർ വേണ്ടിക്കല്ലോ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തൊട്ടും മണപ്പിച്ചും കുറെ സാധനങ്ങൾ കണ്ടുപിടിക്കും. ഞാനും അച്ഛനും കൂടിയിട്ട് കുറെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. മൂന്ന് സാധനങ്ങൾ തൊട്ട് മണപ്പിക്കാന്ന് പറഞ്ഞ എന്ത് മണ്ടത്രയും പറയാം. തൊട്ട് കണ്ടുപിടിക്കാൻ 3 സാധനം, അതുപോലെ തന്നെ മണപ്പിച്ച് കണ്ടുപിടിക്കാൻ 3 സാധനം. അച്ഛനമ്മക്ക് ഒന്ന് പറഞ്ഞൂടെ, ഇങ്ങളെ പോലെ തന്നെയാണ്. കാരണം ഒരു ഇപ്പാന്ന് കേട്ടാ ഇത് കാണുന്ന, നമ്മൾ ഇപ്പം വിളിച്ചാലും അപ്പാട് വന്നിടെ ഇരുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ തുടങ്ങാം. സെറ്റ്. ആദ്യം ഞാൻ എടുത്തു വെച്ച സാധനമാണ് ഇവരെല്ലാം കാണിക്കുന്നതല്ല, കണ്ണ് കെട്ടിയിട്ട് പറയിപ്പിക്കുന്ന കേട്ടോ. ഞാൻ ആദ്യം അച്ഛന്റെ കണ്ണാണ് കെട്ടാൻ പോകുന്നത്. അമ്മേനെ അച്ഛനെ ഞാൻ കോനായിലിട്ട് പൂട്ടി, എന്നിട്ട് ഇവളെ മാത്രാണ് ഞാൻ ഇങ്ങനെ കെട്ടുന്നത്. കെട്ടാനും പറ്റുന്നില്ല. കാണുന്നുണ്ടോ വന്നത്? കാണുന്നുണ്ടാ? ഇല്ല. ഞാനിപ്പോ എന്താ ചെയ്ത്? ഇതെത്രയാ? 4. ഓക്കെ. വാ ഇങ്ങോട്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഇതാ എന്റെ 3 തൊട്ട് നോക്കേണ്ട സാധനം ഞാനിവിടെ എന്റെ തൊട്ട് നോക്കേണ്ട സാധനം ഞാനിവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അച്ഛനെ കൊണ്ട് ഞാൻ തൊടിയിപ്പിക്കുന്ന കേട്ടോ, ഓരോന്നോരോന്നായിട്ട്. ആദ്യം ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചാലോ? 10 സെക്കൻഡ് എങ്ങാട്ടോ? അല്ല, ടൈമർ വേണമെന്നില്ല. എന്നാല് ഞാൻ തൊട്ട് നോക്കുന്നതാണ്, ഞാനല്ല അച്ഛൻ. സൗണ്ട് കേട്ട ഇവിടെ കണ്ടുപിടിക്കും. അവളെ കൊണ്ട് തൊടിയിപ്പിക്കാം. നല്ല സാധനം തന്നെയാ. 10 സെക്കൻഡ് തരുക. ഇത് എന്തോ ഒരു പന്നീന്റെ എടുക്കാൻ വേണ്ട, ഒറ്റ വരല് മാത്രം. ഇത് മറ്റേ ഒരു പന്നി, ഇത് നെയിൽ പോളിഷ് കളയുന്ന സാധനം. അവളെ കണ്ടുപിടിച്ച. ഓക്കെ, അവളത് കണ്ടുപിടിച്ച. അപ്പൊ നെക്സ്റ്റ് ഇട്ടോ. പറഞ്ഞോ. ഉപ്പല്ല, ചപ്പ്. ഉപ്പെന്നല്ല. ഉപ്പല്ല. ഉള്ളത് തോറ്റ ആ കാര്യത്തിൽ ഉപ്പല്ല. ഇനി അടുത്ത 3ാമത്തെ സാധനം. കടിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞൂടെ? അങ്ങനെ കള്ളക്കളിയാ ഇത്. മറ്റേ ഗ്ലൗസിന്റെ അല്ലേ? ഓള് കണ്ടുപിടിച്ചേ. അപ്പൊ ഓളെ ഈ ടച്ച് ചലഞ്ച് ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്താളെ കൂട്ടിയിട്ട് വരാം. അച്ഛാ, ഇതെത്രയാ? കാണുന്നില്ല. ഓക്കെ, ഞാൻ അച്ഛനെ കൊണ്ട് തൊടിപ്പിക്കാൻ പോന്ന കേട്ടാ. ഫുള്ള് സാധനങ്ങൾ വെച്ചിട്ടുള്ള കളിയാ. എല്ലാ സാധനവും നമ്മള് കണ്ടുപിടിക്കും. ഒരു വിരല് മാത്രം. പറ. സെന്ററിനല്ല. അല്ല, അച്ഛ തോറ്റ. ഒരു ആൻസറേ പറയാൻ പാടുള്ളൂ. അതോ മണത്ത് കണ്ടുപിടിച്ചതാ പുള്ളിക്കാരെ, അങ്ങനെ പറ. അടുത്ത ഇതിന്റെ അകത്ത് എന്നാ വരട്ടണ്ട, അച്ഛ തൊട്ട് നോക്കിട്ട് പറ. ഇതെന്നാ
പൊടി. ആ എന്ത് പൊടിയാ? സിന്ദൂരാന്നല്ലോ. അങ്ങനെ അച്ഛൻ തോറ്റിരിക്കുന്നു ഗായ്സ്. അങ്ങനെ അടുത്ത അച്ഛനെ കൊണ്ട് അടുത്ത പറയുന്ന എന്താ, ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അച്ഛൻ തൊട്ടത്. എന്നാ കൈപ്പത്തി. കൈപ്പത്തിയാ? ഗ്ലൗസാ? ഗ്ലൗസിന്റെ അകത്ത് എന്താ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? കൈപ്പത്തി ഇതാ വെള്ളം നിറച്ചതാ? എന്താ ഒരു വിരല് 2 വിരല്. ഓക്കെ ഗായ്സ്, അങ്ങനെ അച്ഛൻ ഒന്ന് പറഞ്ഞേ, അച്ഛൻ ഒന്ന് തെറ്റിച്ച്. അച്ഛൻ മറ്റേ ഇത് മാത്രാട്ടാ തെറ്റിച്ച, ഇത് ലാസ്റ്റ് പറയാം. അമ്മയല്ലേ കേൾക്കും എന്തെന്നാ പറയുന്നുള്ളത്. അപ്പൊ ഇനി അമ്മേനെ കെട്ടിയിട്ട് വരാം. ഓക്കേ അമ്മ കണ്ണ് കാണുന്നുണ്ടാ? ഇതെത്രയാ? അമ്മ വെള്ളക്കറി വിളിക്കും. ഇതെത്രയാ? 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 ഒരു മിനിറ്റ് എനക്കല്ല, ഇതെത്രയാ? എങ്ങനെ പറയുന്ന പൊടിക്കുമ്പോ പൊടിക്കട്ടെ. അതൊക്കെ രണ്ടും ഓക്കെയാ. ഓക്കെ. അപ്പൊ ഇതാ അമ്മേനെ കൊണ്ട് ഞാൻ തൊടിപ്പിക്കുന്ന. ഒരു വിരലെടുക്കാമേ. അമ്മ അധിക സമയമൊന്നുമില്ല, 5 മിനിറ്റ് വേഗം പറയണോ? എന്നാ ആന്നമ്മ സാധനം? ശരിക്കും അത്ര അയ്യാ ആ സാധനം ഒറ്റ വിരല് മാത്രമേ ഇടാൻ പാടില്ല. അയ്യാ ആന്താന്ന് ആന്നാ അമ്മ സമയം കഴിഞ്ഞേ വേഗം. ഇത് ബ്ലൗസിന്റെ അല്ല 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 തോറ്റാ? ഓക്കെ തോറ്റ. അമ്മ തോറ്റ. ഇത് നമ്മളെ നെയിൽ പോളിഷ് റിമൂവർ ആണ്. ഇവന് ആരും ഇല്ലല്ലോ പറയാൻ. ഇത് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് പോക്കുന്ന സാധനമില്ലേ, അതിന്റെ റിവ്യൂ പണ്ട് ചെയ്തിട്ടുണ്ടേനു. ഞാൻ ഓട്ടോ വെക്കണ്ട, കള്ളക്കറിയൊന്നും പാടില്ല. ഇനി അടുത്ത എന്താ ഇതിന്റെ നേട്ടാ? കൈയിട്, ഇതിന്റെ കൈയിട്. അല്ല തൊട്ട് നോക്ക്. എന്താ ഒരു വിരളൊക്കെ ഇട്ടോ? വിരലിട്ടോ? ആന്നമ്മ സാധനം? ഇതെന്തോ പൊടി. എന്തിന്റെ പൊടിയാ? എന്ത് പൊടിയാ? പൊടി. എന്ത് പൊടിയാ? മണപ്പിക്കത്. മണപ്പിക്കറ്. എന്ത് പൊടിയമ്മേ? മണപ്പിക്കാനുള്ളത്. അത് എന്നത്തെ ചതനോ? എന്നാവോലോ കണ്ടിച്ചാലോ? എന്നാ നല്ലൂടാ. കുപ്പിയിലെന്തോ പൊടി. കുപ്പിയിൽ എന്തോ പൊടി. ആ അതും അമ്മക്ക് കിട്ടിയിട്ടില്ല. എന്താ കടിക്കോ നോക്കണേ. ഇതിട്ട് എന്ത് ഇങ്ങനെ കൂട്ടിക്കെട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അന്ന് എനിക്കിങ്ങനെ പൊന്തീനി. അതെന്തോ ഇങ്ങനെ വെള്ളം നിറച്ച്. അത് ഇതല്ലാതെ ശരിയാക്കിന് കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചു ഇത് പെടക്കുന്ന പോലെ കണ്ടു കഴിഞ്ഞാല് ഇവരെല്ലാരും അത് മാറ്റി പറയുന്നു. പേടിക്കുന്നയാന്ന് ഇതറിയേണ്ടത്. ഇതാർക്കും കിട്ടിയിട്ടില്ല. ഇതെന്നാന്ന് പറഞ്ഞ നമ്മളെ ORSന്റെ പൊടിയില്ലേ, അത് ഇതിന്റെ അകത്ത് ഇട്ടതാ. ORSന്റെ പൊടി. അധികാരം ഉപ്പ് എന്ന് പറയുന്ന എനിക്ക് അറിയാൻ, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ട് ഇങ്ങനെ വെച്ചതാ. ഓക്കെ ഇനി മണപ്പിക്കാനുള്ള സാധനം എടുക്കട്ടെ. കാരണം അമ്മയാണല്ലോ ഇപ്പൊ ഈ കണ്ണ് കെട്ടിയിട്ടുള്ളത്. ഞാൻ ഇവിടെ മണപ്പിച്ച് നോക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അമ്മേനെ മെല്ലെ പറയണം കേട്ടോ, അപ്പുറം കേൾക്കറേ. മണപ്പിച്ചെന്നാ നോക്കിട്ട് പറഞ്ഞു. സെന്റ് അല്ല, 3 ആൻസർ പറയാം. പറ ഇന്ന് പറയുക. അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ ഇനി അടുത്തത്. ഇതല്ല അമ്മ പറയുന്ന ചാൻസ് കൂടുതലുള്ള സാധനം. ഓക്കെ ഇതമ്മ ആൻസർ ശരിയാക്കിയിട്ടുണ്ട്. ഇതും പറയാൻ ചാൻസ് കൂടുതലുള്ള സാധനം തന്നെയാ. ഓക്കെ അമ്മ 2 എണ്ണം പറഞ്ഞ് 1 തെറ്റിച്ച്. ഇതെന്നാ സാധനം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ അങ്ങനെ നമ്മള് അച്ഛനെ ആട്ടോ ഇനി അടുത്ത സ്മെൽ ചലഞ്ചിന് വേണ്ടിട്ട് കൊണ്ടുവന്നത്. അച്ഛനെ ഞാൻ അപ്പുറത്തെ കോനയിൽ എത്തിച്ചിട്ടുണ്ട്, അമ്മേനെ ക്യാമറയുടെ ബാക്കിൽ നിർത്തിച്ചിട്ടുണ്ട്. അപ്പൊ തുടങ്ങിക്കാം. ഇന്ന് പറയുക ഇത് സർപ്പൂടി എങ്ങാറ്റാ? അല്ല, കംഫേർട്ട്. അച്ഛൻ വന്നിട്ട് നോക്കുന്ന വാതിലല്ല, തുറക്കല്ലേ അച്ഛ. കംഫേർട്ട് അല്ല ഒരനുസരം കൂടി പറയാം. ചന്ദനത്തിരി. ചന്ദനത്തിരിയാ? നല്ല മണാണ്. അല്ല കേട്ടാ,
അപ്പൊ ഇനി അടുത്തത് പോട്ടെ ഭാര്യരെ അല്ല എന്നെ ഇവള് നോക്കല്ല കള്ളക്കളി കളിക്കല്ലേ കള്ളക്കളി ഒന്നും പറ്റില്ല. തുറക്കുന്ന ഒച്ചയെല്ലാം കേട്ടിട്ട് ഇവള് കണ്ടുപിടിക്കും. കൊറോണ എന്താ കട്ട മഴ അടിക്കുന്നുണ്ട് ചെയ്യണ്ടേ ഒന്നുകൂടി. ഉള്ളി ചതക്കിയതാ എന്ത് ഉള്ളി ചതക്കിയ അല്ല. 3 ആൻസർ കഴിഞ്ഞ ഇല്ല ഒന്ന് ഉള്ളി ചതക്കുന്നല്ല അല്ല. ഒന്ന് ഇങ്ങനെ മാറുന്ന അടച്ചോനെ ഇത്രയും നാട്ടുകേസ് പറഞ്ഞ അച്ഛൻ കേൾക്കും. ഇത്രയും നാട്ടുകേസ് ഒരു കളി അതെന്താണ് സാധനം സാധനം. ഓക്കെ, ഇതൊക്കെ കൊറോണയാന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജലദോഷമല്ല അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പൊ അങ്ങനെ പറ. ഇനി അടുത്തത് ഓക്കേ മണപ്പിക്ക്. കണക്ക് എന്തിനൊന്നുമില്ലേ എനിക്ക് കണ്ടുപിടിക്കും മുത്തേ. വലിച്ചേറ്റ് അപ്പാടൊക്കെ നോക്കി കയറി പോറ്. ചുട്ടിട്ടില്ല, പൊരിച്ചന് തിന്നാൻ പറ്റുന്ന കഴിഞ്ഞാൽ തിന്നാൻ തരും സാധനം എനിക്ക്. അപ്പൊ എന്തോ ഞമ്മളുടെ സാധന മത്തി ചുട്ടതാ അല്ല പൊരിച്ചത്. മടക്കോ ഓ ഊതല്ല കനല എല്ലാം അതൊന്നും സാധനോ ഓളെ 3 പറഞ്ഞില്ല, അമ്മ 2 പറഞ്ഞ് ഓള് 3 പറഞ്ഞില്ല കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് നോക്കുന്നത് സ്മെല്ലിങ് ചലഞ്ചാണ്. എങ്ങനെ കിട്ടുമോ ഇല്ലയോന്ന് ഇപ്പൊ അറിയാം. അല്ലാ ഏതായാലും മൂക്കില് മറ്റേ എന്തൊരു തുളസിന്റെ ആ സാധനം നല്ലല്ല. ഒന്ന് മണപ്പിച്ചോക്കിയാ അരിഷ്ടം. അരിഷ്ടം കിട്ടാണ്ടിരിക്കുവോ? സിമ്പിള് വേണ്ടേ? സോറി ഇതെനിക്ക് അറിയാം. ഒന്നുകൂടി വെച്ചാ എല്ലാം പറഞ്ഞാൽ ഉത്തരം സെന്റർ ഫ്രഷാ. അങ്ങനത്താനോ പറഞ്ഞോ അതന്നെ അതന്നെ വെളിച്ചം. അപ്പൊ നമ്മള് പരിപാടി കഴിഞ്ഞ് തുടങ്ങിക്കോ കുമാരട്ടോ. പിന്നെ എന്റെ പ്രിയപ്പെട്ട എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛാ നമുക്ക് മണത്തോക്കിട്ട് ഏട്ടൻ കണ്ടുപിടിക്കാ. പൊന്നെ നമുക്ക് തോപ്പിക്കണ്ടേ. തുടർന്ന് മണക്ക് മണത്തിക്കാരല്ലേ തൊടാനില്ലല്ലേ. ടോണിക്ക് ടോണിക്കാ ആ ടോണിക്ക് ആ ഇതെന്നാ തല തേക്കുന്ന തല തേക്കുന്നേ. ഓക്കെ എല്ലാ അച്ഛൻ പറയുന്നല്ല എല്ലാ അച്ഛൻ പറയുന്ന ശരിക്കും വെച്ചാ കിട്ടുന്നില്ല. വെച്ച് വെച്ചാ മൂക്ക് കയറ്റുവാ. ഇതൊക്കെ നടക്കുവാ. ഇന്നതൊക്കെ നടക്കുവാ. നടക്കുവാ ഞാനിപ്പോ മൈ തോച്ചിനി ആ തോട്ടത് ആ അമ്മടെ മോനെ കിട്ടിയാ?
അച്ഛൻ മൂന്നിലും തോറ്റ്. അച്ഛൻ 3 തൊട്ട് അച്ഛന് ഓരോണത്തേക്ക് രംഗത്തേക്ക്. ആ അമ്മയുടെ മോളെ സുന്ദരി മോളെ ഉടായ്പിന്റെ കയ്യും കാലും വെച്ചതാ. നമ്മക്ക് ഇങ്ങനെ നിക്കാം. എന്ത് സുന്ദരിയാ, എന്ത് സുന്ദരിയാ. നമുക്കിനി മണപ്പിച്ചോക്കാം. അച്ഛന് പൊന്നിന് തോപ്പിക്കണ്ട നമുക്ക്. അതിഷ്ടം. ഓക്കേ. ഇത് എന്നാത്ത സാധനോ? ഇതെന്നേനു മറ്റേതല്ലേ? ഇങ്ങോട്ട് വിട്ടു ആ അത് തുടർന്നിട്ട് എന്താണോ മൂക്കിനെ ജസ്റ്റ് എടുക്കുക. അത് കേട്ടിട്ടേ. മൂക്ക് പൊത്തിയില്ല. ആ ആ ആ ആ ഇതെന്തിനാ? വേണ്ട, ഇത് ശരിക്കും വേണം, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പറ ഇത് തന്നെ മറ്റേ സാധനല്ലേ? കിട്ടിയാ? തോറ്റില്ലേ? തോറ്റിനെ. മനസ്സിലാകുന്നില്ല. ആ മനസ്സിലാവുന്നില്ല. കരിയണ്ടിയ ഇതെന്നാ അമ്മ ഇത് മറ്റേതല്ലേ? എന്ത് പറയാ? എന്തോ വടക്കായ സാധനം. വടക്കായ സാധനല്ലേ? തോറ്റാ? ഓക്കെ. അങ്ങനെ നമ്മള് ഇതില് മറ്റേത് കൊടുത്താ? അരിഷ്ടത്തില് അമ്മ ജയിച്ച്, അച്ഛൻ 3ലും പോയി, എനിക്ക് 2 കിട്ടിയ. നോക്ക് 2 കിട്ടിയോള് രക്ഷപ്പെട്ട്. ഇനി നോക്കിക്കോ, ഇനി കുഴപ്പമില്ല. കഴിഞ്ഞ് ഇനി മാർക്ക് കിട്ടൂല. എക്സാം എഴുതി കഴിഞ്ഞാകുമ്പോ ഇനി ആദ്യം എക്സാം എഴുതണേന്ന് പറയുന്ന കൂട്ടത്തില്ല നമ്മ. ആ ഇനി അടുത്തത് ടച്ചിങ് ചലഞ്ച്. എന്നിട്ട് കണ്ടുപിടിക്കല്. അച്ഛൻ കണ്ടുപിടിക്കില്ലാന്ന് പറയാം. ആദ്യത്തെ സാധനം കണ്ടോളെ. അടുത്ത ഇതെന്നാ? ഇതെന്താ സാധനം? ആ മണത്താക്കറ അങ്ങനെ കള്ളക്കളയൊന്നും വേണ്ട, അത്രക്കൊന്നും വേണ്ട. അത് ഉടായിപ്പ്. അച്ഛൻ ഉടായിപ്പ് കാണിക്കാൻ നോക്കുന്നുണ്ട്. തോറ്റാ? തിരിഞ്ഞാ തോറ്റേ? അരിപ്പൊടി. ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇത് അതെന്നാ സാധനം? അങ്ങനെ നമ്മള് കാത്തിരുന്ന് നമ്മളെ കഥയിലെ നായിക വന്ന്. ഇനി നായികക്ക് കൊടുക്ക ആദ്യത്തേത്. കടിക്കുന്നേരൊന്നും എടുത്തിടറേ. നീ നോക്കിട്ട് ആണാ മണപ്പിച്ചോക്കറല്ലോ. ടച്ചിങ് ചാലഞ്ചില് മണപ്പോ ഇല്ലല്ലോ. അത് എന്തേനു? സ്പീഡാക്ക് സരസോ. എന്തൊരു ചെല്ലക്കളി നീ ഇത്ര സ്ലോ. സോപ്പൊടി. ഓക്കെ, സോപ്പൊടിയാ പഠിച്ചോളൂ എല്ലാരും. ഇത് മണക്കുന്നുണ്ടല്ലോ. ആ ഇതെന്നാ? ആന്നേനും ഇതെന്നാ സാധനം? എന്തിനു? ചെതപ്പൊടിയാ. ഒന്നും കുത്തുന്നൊന്നുമില്ല. എന്ത് സാധനം? മണക്കുന്നില്ല. എന്നാ തോറ്റിനെ. ആ അടുത്ത സാധനം തരാം. ആ ഇതാ എടുത്തോ, ഫ്രീ. സോപ്പ്. 7 മല്ലപ്പൂഞ്ചോല. അത് മാത്രം കിട്ടും. കുളിയും തന്നെ ഉണ്ട്. ആഴ്ചക്ക് 2 ദിവസം കുളിച്ച് അല്ലെങ്കിൽ ഒരു ദിവസം വെട്ടി ആയിട്ടിരിക്കാം. ആദ്യത്തെ സാധനം തട്ടെ അമ്മ. നമുക്കൊന്ന് തൊട്ടോക്കിട്ട് ഇത് കണ്ടുപിടിക്കാം കേട്ടോ അമ്മ. നമ്മള് തൊടുകയാണ് ഗായ്. മണപ്പിക്കത്. പിന്നെ എല്ലാം ഞങ്ങൾക്ക് മണപ്പിച്ചു തരാം. അമ്പടെ കൊളുസു എന്തേനും വേവറാ സമയില്ല. ഇത് മറ്റേ വെള്ളത്തിൽ കലക്കുന്ന കേട്ടില്ല. ഭാര്യ എന്നോട് സ്നേഹം കൂടിപ്പോയാ? സാധനം ഇത് സോപ്പിന്റെ പൊടി. അത് ഫോണിൽ കാണിച്ചെന്നാ കൂട്ടൂല കളി. ഇത് സോപ്പ്. അങ്ങനെ കിട്ടി.
കണ്ട ഉടായ്പ ഇങ്ങനെ വെച്ചിട്ട് ഉടായ്പ കാണിച്ചിട്ട് ഭാര്യക്ക് വേണ്ടിട്ട് വക്കാലത്ത് പിടിക്കാൻ വക്കീലങ്ങ് നിർത്തി. കൂട്ടത്തില്ല ജഡ്ജ്മെന്റ് ഞാനാ, കൂട്ടത്തില്ല. ഭാര്യക്ക് വേണ്ടിട്ട് പോരാടുന്ന ഭർത്താവ്. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക. അത് കുഴപ്പമില്ല. ആകാംക്ഷയേറിയ നിമിഷം. ഭാര്യക്ക് വേണ്ടി കൊടപിടിക്കുന്ന ഭർത്താവ്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ജയിച്ച ആള് എന്ന് പറയുമ്പോ മാതാശ്രീ ജയിച്ചേട്ടാ. മാതാശ്രീ ആട്ടോ ജയിച്ചത്. നമ്മളെല്ലാം തോന്നി, നമുക്കെല്ലാം കൊറോണയാണ് സ്ഥിരീകരിച്ചു. നാളെ വരെ നമ്മള് ക്വാറന്റൈനിൽ അമ്മ മാത്രം അടുക്കള കയറുന്നു. അത് തെറ്റാ, അത് കുഴപ്പമില്ല. അപ്പൊ ഇല്ലാട്ടോ, നമ്മള് വെറുതെ പറഞ്ഞ നമ്മളമ്മയില്ല. അപ്പൊ നമ്മളെ ചലഞ്ചിൽ ജയിച്ചത് അമ്മയാന്ന്. ഞാൻ കൊടുത്തതിലും അച്ഛ കൊടുത്തതിലും എല്ലാം പറഞ്ഞത് അമ്മയാട്ടോ. മാക്സിമം പറഞ്ഞത് അമ്മയാണ്. പിന്നെ നമ്മളെല്ലാം പിന്നെ മുട്ടന്മാരാ. ഞാനാരാമോ അപമാനിച്ചെങ്കിൽ ഞാനാരാ മോള്? അച്ഛനെ മോള്, അച്യുതന്റെ മോള്. അച്ഛന്റെ അത് വലിയച്ഛൻ്റെ ഒരു അച്യുതന്നല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യെല്ലാം ചെയ്യാം. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ